ഹേ ഗൈസ്, നിങ്ങൾ മൊബൈൽ ഫോൺ, വാട്സാപ്പ്, യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം നെറ്റ്വർക്ക് ഉപയോഗിക്കുന്ന ഒരാളാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ കറൻ്റ് ഇൻ്റർനെറ്റും കാര്യങ്ങളും എല്ലാം കാര്യമായിട്ട് നല്ല സ്പീഡിലായിട്ടാണ് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അഥവാ നമുക്ക് കിട്ടേണ്ട ഒരു കാര്യമുണ്ട്, ബോധവൽക്കരണം. നമ്മളെങ്ങനെ ഈ ഒരു നെറ്റ്വർക്ക് അഥവാ ഈ ഒരു ടെക്നോളജി വെച്ച് ചൂഷണം ചെയ്യപ്പെടാം അഥവാ ചൂഷണം ചെയ്യപ്പെടുന്നു എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. സ്കാംസ് ഇത് കേൾക്കുമ്പോൾ തന്നെ മിക്ക ആൾക്കാരും സ്കിപ്പ് അടിച്ച് പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞു വിട്ടുണ്ടാവും. പക്ഷേ നിങ്ങളും ഈ ഒരു സ്കാമിന് ഇരയായിട്ടുണ്ടാവും എപ്പോഴെങ്കിലും എന്നെങ്കിലും. അഥവാ ഇനി ഭാവിയിൽ ആവാതിരിക്കാനായിട്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ ഇപ്പം നമ്മൾ ആസ് വി സ്പീക്ക് ഏതെങ്കിലും ഒരാൾ സ്കാം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയായിരിക്കും. ഈ സ്കാമേഴ്സിൻ്റെ മെയിൻ ഐഡൻറ്റിറ്റി അഥവാ മെയിൻ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ബുദ്ധിമാനായിട്ടുള്ള ഒരാളാണെന്ന് പറഞ്ഞാലും അവർ മാനിപ്പുലേറ്റ് ചെയ്ത് അവരുടെ സ്കാമിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ള കാര്യമാണ്. അവരുടെ വാക്കുകൾക്ക് നമ്മളെ വിശ്വസിച്ച് അഥവാ നമ്മൾ ചെവി കോർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ വാക്കുകൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അവരുടെ ആ ഒരു വലയിൽ പെട്ടുപോകും. അവർ നമ്മളെ കൺവിൻസ് ചെയ്ത് എടുക്കും. അതിനുള്ള സ്കില്ലും ട്രെയിനിങ്ങും അവർക്ക് സ്കാമേഴ്സിന് കിട്ടുന്നുണ്ട്. സ്കാമേഴ്സിന് വേണ്ടിയുള്ള ട്രെയിനിങ് സെൻറ്റർ വരെ നോർത്ത് ഇന്ത്യയിൽ കിടപ്പുണ്ട് കാലം. അപ്പോൾ സ്കാം ബേറ്റർ പോലുള്ള വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. സോ അത് വിടാം. നമുക്ക് എങ്ങനെ സ്കാമുകളിൽ നിന്ന് രക്ഷപ്പെടാം അഥവാ എങ്ങനെയുള്ള സ്കാമുകളാണ് നടക്കുന്നത്. മെയിനായിട്ടൊരു സ്കാമിനെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെറ്റ് റിച്ച് ക്വിക്ക്. വെറും ഒരു മാസം കൊണ്ട് ലക്ഷങ്ങൾ ഉണ്ടാക്കാം, ഒരു മാസം കൊണ്ട് കോടികൾ ഉണ്ടാക്കാം. ലക്ഷങ്ങൾ ഓക്കെ, ലെജിറ്റ് ആയിട്ടുള്ള ഡ്രോപ്പ് ഷിപ്പിംഗ് ബിസിനസ് പോലുള്ള കാര്യങ്ങൾ വെച്ച് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഒരു മാസം കൊണ്ട് 8 ലക്ഷം 10 ലക്ഷം 15 ലക്ഷം അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് ലക്ഷം ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കണ കാര്യമല്ല. ഈ ഒരു ഡ്രോപ്പ് ഷിപ്പിംഗ് തന്നെ ഓവർ ടൈം നമ്മൾ ഇത് ക്യുമുലേറ്റ് ചെയ്ത് ആ ഒരു സംഭവത്തിലാണ്, ആ ഒരു ട്രാക്കിലാണ് നമ്മൾ മണി ഏൺ ചെയ്യുന്നത്. ഇതുപോലെ ഒറ്റ ദിവസം നമ്മൾ കാലം നീട്ടിയിരുന്ന് പൈസ പോരട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു കാര്യമല്ല റവന്യൂ അഥവാ റവന്യൂ സ്ട്രീം. സോ ഇതെങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാം അഥവാ നമുക്ക് എങ്ങനെ അറിയാം എന്നുള്ള കാര്യമാണ് നിങ്ങൾ അറിയേണ്ടത്. ഫസ്റ്റ് തന്നെ അവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാം. പക്ഷേ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം എനിക്കൊരു 10,000 രൂപ തരണം. ഇൻസ്റ്റൻറ്റ് സ്കാം. പിന്നെ ഫോൺ വഴി ട്രേഡിംഗ്, വാട്സാപ്പ് വഴി ട്രേഡിംഗ്, ടെലഗ്രാം വഴി ട്രേഡിംഗ് എന്നൊക്കെ പറഞ്ഞ് കുറേ ടീമുകൾ ഇറങ്ങുന്നുണ്ട്. ഇവർ ചിലപ്പോൾ ഇതൊന്നും ആയിരിക്കില്ല, ഇവരുടെ സ്വന്തമായിട്ടുള്ളൊരു വെബ്സൈറ്റ് ഉണ്ടാവും. ഈ വെബ്സൈറ്റിൻ്റെ ഉള്ളിൽ എന്താ 1000 രൂപ ഇട്ട് കഴിഞ്ഞാൽ വെബ്സൈറ്റിൽ 1000 രൂപ എന്ന് പറഞ്ഞ് കാണിക്കും. പൈസ കൊടുക്കുന്നതൊക്കെ ടെലഗ്രാം വഴിയാണേ. 1000 രൂപ എന്ന് കാണിക്കും. പക്ഷെ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യണമെങ്കിൽ വീണ്ടും അവർ ചോദിക്കും. 1000 ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2000 ചോദിക്കും, 100 ഇട്ട് 200 ചോദിക്കും. എന്താണ് വിട്ടത് അതിൻ്റെ ഡബിൾ കയറി അവർ കയ്യിലുള്ള എമൗണ്ട് നമ്മുടെ കയ്യിൽ ഇടാൻ പറ്റാത്ത രീതിയാവുന്നത് വരെ നമ്മുടെ കയ്യിലുള്ള പൈസ ഊറ്റിക്കൊണ്ടിരിക്കും. ഇതാണ് സ്കാമർ മെൻറ്റാലിറ്റി. ഇന്നിപ്പോൾ നമ്മൾ അറിയാതെ ഒരു 100 രൂപ ഇട്ട് പോയി എന്ന് വിചാരിച്ചോ, ഈ ഒരു 100 ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു 100ഉം ഒരു 100ഉം കൂടി ഇപ്പം നമ്മളടുത്ത് ഇനി അടുത്ത് ഇടാൻ പറയുന്ന ഒരു 500 ആണെന്ന് വിചാരിച്ചു. നിങ്ങളൊരു 100 ഇട്ടു, ഇനി 500 ഇടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ ഇട്ട 100ഉം ഇനി ഇടാൻ പോകുന്ന 500ഉം കൂടാതെ അതിൻ്റെ ഇരട്ടി 1200 ആയിട്ട് നമുക്ക് വിഡ്രോ ചെയ്യാം എന്നായിരിക്കും അവർ പറയുന്നത്. കേൾക്കുമ്പോൾ തന്നെ 600 രൂപ ഒറ്റടി കയ്യിലേക്ക് കിട്ടും. 500 ഇട്ട് 500 ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ എന്താ, ഈ ടാസ്ക് കംപ്ലീറ്റ് ആയിട്ടില്ല, ഈ ഒരു ടാസ്ക് ടൈം ഔട്ട് ആയി പോയി, അടുത്ത ടാസ്ക് പോരട്ടെ, അടുത്ത ടാസ്ക് ചെയ്തോളൂ. അടുത്ത ടാസ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 1000 രൂപ ഇടണം എന്ന് പറയും. 1000 രൂപ ഇട്ടു, ആ പൈസയും പോയി. സെയിം സംഭവമാണ്. നിങ്ങൾ ഇങ്ങനെയുള്ള സ്കാമുകളിനകത്തൊന്നും പോയി പെടാതിരിക്കുക. ഇനിയിപ്പോൾ പോയാൽ തന്നെ എങ്ങാനും ഒരു 100 ഇട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ആ ഒരു 100 പോട്ടെ എന്ന് വെക്കുക. ഇനിയുള്ള 500 ഇട്ട് കൊടുക്കരുത്. നിങ്ങൾ ഈ കൊടുക്കുന്ന എമൗണ്ടാണ് അവർക്ക് അടുത്ത ആൾക്കാരെ പറ്റിക്കാനായിട്ടുള്ളതിൻ്റെ പ്രചോദനം, അവരുടെ റവന്യൂ. സോ ഈ ഒരു സംഭവം നിലച്ചു കഴിഞ്ഞാൽ ഇതോടുകൂടി താനെ അവരെ പണിയെടുത്ത് ജീവിച്ചോളും. പല കൂലിപ്പണിക്കും പോട്ടെ, വെറുതെ എന്തിനാ നാട്ടുകാരുടെ പൈസ പറ്റിക്കണേ. സോ ഈ ഒരു സംഭവം നോക്കാം. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് സ്കാമുകൾ നടക്കുന്നത് കാർഡിങ് എന്നുള്ള പരിപാടി വെച്ചാണ്. കാർഡിങ് എന്ന് ലെജിറ്റായിട്ടുള്ള ശരിക്കും നടക്കുന്ന ഒരു സംഭവമാണ്. ശരിക്കും ഇങ്ങനെ ലെജിറ്റായിട്ട് കാർഡിങ് ചെയ്ത് ക്യാഷ് കൊടുക്കുന്ന അഥവാ ഇത് കൊടുക്കുന്നുണ്ട്. ഇല്ലീഗലാണ്, എന്നാലും അങ്ങനെയുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഒരു 100%-ൽ 5% മാത്രം, ബാക്കി 95% കാർഡിങ് എന്ന പേര് പറഞ്ഞ് ആൾക്കാരെ പറ്റിക്കാൻ, അഫിലിയേറ്റ് എമൗണ്ട് എടുക്കാൻ എന്നുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ടാണ് ഈ കാർഡിങ് എന്നുള്ള സംഭവം ഉപയോഗിക്കുന്നത്. ഈ കാർഡിങ് പരിപാടികൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിശ്വാസം വരാനായിട്ട് ആദ്യം പറയും 5 സ്റ്റോക്കേ ഉള്ളൂ, നിങ്ങൾ ആദ്യം ഒരു ഡെപ്പോസിറ്റ്, ഒരു ടോക്കൺ കൊടുത്ത് ഇത് ചെയ്യുക. ആർക്കാണോ ആദ്യം അടിക്കുന്നത് അഥവാ ആർക്കാണോ ആദ്യം കിട്ടുന്നത് അയാൾക്ക് തരാമെന്ന് പറഞ്ഞ് നമ്മുടെ ഇന്നൊരു ടോക്കൺ മേടിക്കും. ചില സ്കാമേഴ്സ് ആ ഒരു ടോക്കൺ മേടിച്ച് മുങ്ങും. അല്ലെങ്കിൽ പിന്നെ 2 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ പറയും ഓക്കെ നിങ്ങൾക്ക് സാധനം റെഡി ആയിട്ടുണ്ട്, സാധനം സ്റ്റോക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്, ബാക്കി എമൗണ്ടും കൂടി അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് അഡ്രസ്സിലേക്ക് ഡെലിവർ ചെയ്ത് തരാം എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കി പൈസയും മേടിക്കും.
സാധനമില്ല, പൈസയില്ല, പോയി. പിന്നെ നോക്കിയാൽ കിട്ടേണ്ട കാര്യമില്ല, ആളെ കാണൂല. സോ ഇതാണ് ബേസിക്കലി കാർഡിങ് സ്കാമേഴ്സിൻ്റെ പരിപാടി. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ പറയാൻ പോകുന്നത് നമ്മുടെ നോർമലി ഇന്ത്യയെ കാണലില്ല, പുറത്തുള്ള നോർത്ത് ഇന്ത്യക്കാരെയൊക്കെയാണ് പറ്റിക്കൽ കൂടുതൽ. അറിയാതെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ വന്നു പോയി, അല്ലെങ്കിൽ നിങ്ങൾ അറിയാതെ നിങ്ങൾ പർച്ചേസ് ചെയ്തു, 600 രൂപയ്ക്ക് സാധനം പർച്ചേസ് ചെയ്തു, അല്ലെങ്കിൽ 1000 രൂപയ്ക്ക് സാധനം പർച്ചേസ് ചെയ്തു, 10,000 രൂപയ്ക്ക് സാധനം പർച്ചേസ് ചെയ്തു. നിങ്ങൾക്ക് റീഫണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ വിളിക്കുക, ഇന്ന കാര്യങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വിളിക്കുന്നു, അവർ നിങ്ങളെ പൈസ ഊറ്റുന്നു, ആ വഴി പോകുന്നു, അങ്ങനെയും പൈസ പോയി. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ഓൺലൈനിൽ എന്ത് സാധനം ചെയ്താലും, ഏതൊരു സ്ഥലത്ത് പൈസ ഇൻവെസ്റ്റ് ചെയ്താലും, എന്തൊരു കാര്യത്തിനകത്തേക്ക് പൈസ ചോദിച്ച് ആര് വിളിച്ചാലും, എന്ത് കാര്യം ചോദിച്ചാലും നിങ്ങൾക്ക് നേരിട്ട് അറിയാൻ പാടില്ലാത്ത ഒരാളാണ് എന്നുണ്ടെങ്കിൽ പൈസ അയച്ചു കൊടുക്കുന്നതിന് മുന്നേ 10 വട്ടം ആലോചിക്കുക. ഏതെങ്കിലും കമ്പനിയുടെ പേരിലോ ഏതെങ്കിലും സാധനത്തിൻ്റെ പേരിലോ ആണ് നിങ്ങളുടെ അടുത്ത് പൈസ ചോദിക്കുന്നത് എന്നുണ്ടെങ്കിൽ പോലും ആ ഒരു കമ്പനിയുടെ ലെജിറ്റ് ആയിട്ടുള്ളൊരു എംപ്ലോയി ആണോ അത് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുന്ന കമ്പനി ഉള്ളതാണോ എന്ന് നോക്കുക. ഇവർ ഈ തരുന്ന സൈറ്റിനെ കുറിച്ച് നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു പോയി കഴിഞ്ഞാൽ, ട്രേഡിംഗ് സ്കാമിനെ കുറിച്ച് ഞാൻ പറഞ്ഞതാണ്, ഗൂഗിളിലോ യൂട്യൂബിൽ അടിച്ചു പോയി കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഡെഫിനറ്റ്ലി ഏതെങ്കിലും ഒരു മനുഷ്യൻ വീഡിയോ ഇട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടാവും. ഇത് ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ, ലെജിറ്റ് ആയിട്ടുള്ള സാധനമാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു പോസ്റ്റ് അല്ലെങ്കിൽ വീഡിയോ ഉണ്ടാവും. ഇതൊന്നുമില്ല എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ, സ്കാമാണ്, പുതിയതായിട്ട് തുടങ്ങിയ സ്കാമാണ്. അത് കാരണമാണ് പോസ്റ്റും വീഡിയോ ഒന്നും ഇല്ലാത്തത്. സോ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. പോരാതെ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പിള്ളേർ, ഇപ്പം പ്രായവരാണ് പറയുന്നതെങ്കിൽ നിങ്ങളുടെ പിള്ളേർ അല്ലെങ്കിൽ വളർന്നു വരുന്ന അനിയന്മാർ അനിയത്തിമാർക്കൊക്കെ പറഞ്ഞു കൊടുക്കുക, കാണിച്ചു കൊടുക്കുക. 2, നിങ്ങളുടെ മുതിർന്നവർ, പ്രായമായവർ വീട്ടിൽ, നിങ്ങൾക്കറിയായിരിക്കും ചിലപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം, പക്ഷെ നിങ്ങളുടെ മുതിർന്നവരെ, പ്രായമായവർ, വീട്ടിലുള്ളവരൊക്കെ ഈ ഒരു സാധനം അയച്ചു കൊടുക്കുക. ചിലപ്പോൾ പിള്ളേർ ഒക്കെ അറിയായിരിക്കും ഇങ്ങനെ സംഭവം സ്കാമാണ്, എന്തിനാ ഇട്ടുകൊടുത്തതെന്ന്. ഈ ആൾക്കാർ പൈസ അയച്ചു കൊടുത്തു എന്നുള്ള കേസ് വീട്ടുകാർ അല്ലെങ്കിൽ വാപ്പമാർ, ഉമ്മമാർ, മൂത്താപ്പമാർ, കൊച്ചാപ്പമാരൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ചോദിക്കും എന്തിനാ അയച്ചു കൊടുത്തതെന്ന്. നിങ്ങൾ അയച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് എന്തിനാ അയച്ചു കൊടുത്തതെന്ന് ചോദിക്കുന്നതിലും ഭേദം ഇതുപോലുള്ള വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് അവർക്ക് അയച്ചു കൊടുക്കുക. അവർക്കറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യങ്ങളിൽ ചെന്ന് പെടുന്നത്. സോ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ അവർക്ക് അയച്ചു കൊടുക്കുക. അവരുടെ ഉണർവിലേക്ക് നിങ്ങൾക്ക് അറിയാവുന്ന ഇൻഫർമേഷൻ അഥവാ ഇതുപോലുള്ള ടെക്നോളജിക്കൽ ഇൻഫർമേഷൻസ്, അല്ലാണ്ട് കണ്ണി കണ്ട കാര്യങ്ങൾ, ഇപ്പോൾ ഈ രാവിലെ എണീച്ച് പല്ല് കഴിഞ്ഞാൽ ഇതാവും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ഫേക്ക് വാട്സാപ്പിലെ മെസ്സേജും സംഭവം ഫോർവേഡ് ചെയ്ത മെസ്സേജൊന്നുമല്ല. ഇതുപോലുള്ള കാര്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അയച്ചു കൊടുക്കുക ബാക്കിയുള്ളവർക്ക്. അതോ ആ ഒരു സംഭവം മാത്രമേ ഉള്ളൂ. അതോടുകൂടി ആൾക്കാർക്ക് ആ ഒരു സംഭവം മനസ്സിലായി വരുന്നതോടുകൂടി ഇങ്ങനെയുള്ള സ്കാമിൻ്റെയും പൈസ പോകുന്നതിൻ്റെയും എണ്ണങ്ങൾ നല്ല രീതിക്ക് കുറയുകയും അത്യാവശ്യം തിരക്കേടില്ലാണ്ട് സൈബർ സ്പേസ് പിന്നെയും ഫ്രീ ആയി വരുന്നതായിരിക്കും. പിന്നെ ഇതുപോലെ എന്തെങ്കിലും സൈബർ ഇഷ്യൂസ് അഥവാ സ്കാം റിലേറ്റഡ് കാര്യങ്ങളൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്ന ടോൾ ഫ്രീ നമ്പേഴ്സും സാധനങ്ങളൊക്കെ അവൈലബിൾ ആണ്. അതിനകത്ത് കോൺടാക്ട് ചെയ്യാം, റിപ്പോർട്ട് ചെയ്യാം, എന്താണ് ഫർദർ ഡീറ്റെയിൽസ് ഒക്കെ ചെയ്യേണ്ടത് എന്ന് വെച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. സോ ഇത്രേ ഉള്ളൂ ഗൈസ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അധികം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ടോപ്പിക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വീഡിയോ അല്ലായിരുന്നു അത്. ജനറലി സ്കാമിനെ കുറിച്ച് നിങ്ങൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം. ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സ്കാം എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും സ്പെസിഫിക് ടൈപ്പ് ഓഫ് സ്കാംസിനെ കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ അഥവാ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ടൈപ്പിലുള്ള വീഡിയോ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിനകത്ത് പറയാം. ഡെഫിനറ്റ്ലി ചെക്ക് ചെയ്തോ ചെയ്യാം. ഓക്കെ, bye. Anything you want, anything you need. Your mind's got the key ingredient, it's belief. They'll see with the negativity, but I just slide right by that energy.